ഹലോ. ഇന്നും ഒരു എക്സാം പ്രിപ്പറേഷൻ വ്ളോഗാണ്. കഴിഞ്ഞൊരു വ്ളോഗ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എല്ലാ ദിവസവും എൻ്റെ എക്സാം പ്രിപ്പറേഷൻ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്നെക്കൊണ്ട് പറ്റിയില്ല ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എപ്പോഴും കാര്യം നടക്കണം എന്നില്ലല്ലോ അല്ലേ. ഇതെൻ്റെ 3 days ബിഫോർ എക്സാമാണ്. ഇനി എനിക്കറിയില്ല, ഞാൻ നോക്കാം. ഇനി ഒരു 2 ദിവസമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. പിന്നെ ഈ എക്സാം വ്ളോഗ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്കറിയില്ല, കാരണം എനിക്ക് അത്ര കമൻസ് ഒന്നും അങ്ങനെ വരാറില്ല. ഇഷ്ടപ്പെടുന്നു എന്ന് ഹോപ്പ്ഫുള്ളി ഞാൻ വിചാരിച്ച് ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ആസ് യൂഷ്വൽ രാവിലെ എണീറ്റു, ജിമ്മിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ രാവിലെ തന്നെ ടു ഡു എഴുതി വെക്കുകയാണ്. ഇനി ആകെ 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം റിവിഷൻ ചെയ്യണമെന്ന് പറഞ്ഞൊരു മോട്ടിവേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. ചില ദിവസം ഉണ്ടല്ലോ ഭയങ്കര ലേസിയാണ്, ലൈക്ക് എക്സാം അങ്ങ് അടുത്തെത്തി എന്നാലും ഒരു ലേസി ഫീലിംഗ് എനിക്കങ്ങനെ വരാറുണ്ട് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ വരാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യം തന്നെ ഞാൻ ഇന്നലെ ചെയ്ത മോക്ക് ടെസ്റ്റിൻ്റെ അനാലിസിസിൽ ഞാൻ കുറച്ച് ടോപ്പിക്സൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇൻഡെപ്തായിട്ട് കുറച്ച് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റിവൈസും ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഒത്തിരി ടൈം ഇല്ലാതെ വരുമ്പം ബെറ്റർ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രീവിയസ് ഇയർ നോക്കുക, അതിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ചിലപ്പോൾ ഒത്തിരി സിലബസ് കാണും കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സിലബസിൻ്റെ പുറകെ ഇങ്ങനെ ഇരുന്നാൽ ഒത്തിരി ടൈം പോകുന്നതല്ലാതെ സ്മാർട്ട് സ്റ്റഡി അല്ല. ബെറ്റർ നമ്മൾ മോക്ക് ചെയ്യുക, റിവൈസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രീവിയസ് ഇയറൊക്കെ ഒന്ന് നോക്കി അതിലുള്ള ടോപ്പിക്സൊക്കെ ഒന്ന് പഠിക്കുക. ഇതെനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പലവർക്കും പല രീതിയിലായിരിക്കും. പിന്നെ അതുപോലെ എക്സാം ടിപ്സൊക്കെ പറഞ്ഞു തരാൻ ഞാൻ അത്രയും വലിയൊരാളൊന്നുമല്ല. എന്നാലും എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ പറയാറുണ്ട് കേട്ടോ, നമ്മുടെ ഉള്ളിൽ ആ ഫയർ വരുമ്പോൾ നമ്മൾ ഇരുന്നങ്ങ് പഠിച്ചോളും, നമുക്ക് ആ ലേസി ഫീലൊന്നും വരത്തേയില്ല. ആ സത്യം കേട്ടോ. നമുക്കത് നേടണം എന്നുള്ളൊരു വാശിയിലിരുന്ന് അതങ്ങ് പഠിച്ച് പൊക്കോളും. നമുക്ക് ലേസി ഫീലൊന്നും വരത്തുമില്ല. നമ്മളാ പോർഷൻ, നമ്മളുടെ ടാർഗറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന കൂടി നമ്മൾ അറിയത്തില്ല. അതങ്ങനെ ഇരുന്നങ്ങ് പഠിച്ചോളും. അങ്ങനെ മോർണിംഗ് സെഷനൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ബ്രേക്ക് എടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ഹൽവയൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ പിൻട്രസ്റ്റിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പിൻട്രസ്റ്റിൽ എന്ത് എസ്തെറ്റിക് കണ്ടൻ്റല്ലേ, ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സമയം പോകുന്ന കൂടി അറിയത്തില്ല. യെസ്, എവറിത്തിങ്സ് ഗോണ ബി ഓക്കെ അല്ലേ. അങ്ങനെ എൻ്റെ റിവിഷൻ്റെ സെക്കൻഡ് സെഷനാട്ടോ. രാത്രി ഞാൻ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, ഇത്രയും പോർഷൻ ഞാൻ റിവൈസ് ചെയ്യും എന്നുള്ളത്. അതിൻ്റെ ബാക്കിയാട്ടോ ഞാൻ നോക്കുന്നതിന് എന്തുമാത്രം ഫിനിഷ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ഈശ്വര ഇതിനി ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്ന്. കാരണം കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ, ഫിനിഷ് ചെയ്യാമെന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തങ്ങ് പോയത്. ഞാനിങ്ങനെ ഒറ്റ സ്ട്രെച്ച് കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. എനിക്കത് പറ്റത്തുമില്ല. എൻ്റെ ആ സാച്ചുറേഷൻ ലെവൽ ഒരു 45 minutes ആകുമ്പം ഞാൻ സാച്ചുറേറ്റഡ് ആവും. പിന്നെ ഞാൻ കുറച്ച് ബ്രേക്കൊക്കെ എടുത്താൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ഒരു ടാർഗറ്റ് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്, ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ. പിന്നെ എൻ്റെ വീഡിയോസ് ജെന്യുവൻലി ഇഷ്ടപ്പെടുന്നവർ ഡു കമൻറ്റ്, കാരണം നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയണമെന്നുണ്ട്. അതുപോലെ തന്നെ ആസ് എ ന്യൂ വ്ളോഗ് എൻ്റെ കണ്ടൻസൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത്രയുള്ള എൻ്റെ ഒരു സ്റ്റഡി സെഷൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ.